ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വടാട്ടുപാറ വെള്ളച്ചാട്ടം, അതായത് മാമലക്കണ്ടത്തിനൊക്കെ അടുത്തായിട്ട് വരുന്ന എറണാകുളം ജില്ലയിലെ നല്ല അടിപൊളി, എറണാകുളം ജില്ലയിലെ വിളിച്ചു പറയുന്നതിന് മുന്നേ എറണാകുളം ജില്ലയിലെ തന്നെ നല്ല അടിപൊളി ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് നിങ്ങൾ ഞാനിന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വന്ന കാഴ്ചകൾ വളരെ ശൂന്യമായ കാഴ്ചകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യോ ബ്രോ ഇവിടെ ശ്രദ്ധിച്ചു പോകുക എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഫീലുണ്ട്. പക്ഷേ നിർബന്ധിച്ചിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടിയല്ല. സത്യം പറഞ്ഞാൽ ഇവന് തന്നെ ഞാൻ പോകണ്ട 100 വട്ടം പറഞ്ഞാൽ ഇവൻ പോവാന്ന് പറഞ്ഞ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് മച്ചാൻ. വെള്ളം ഇതുപോലെ ഭയങ്കരമായിട്ട് എല്ലാവരും കോൺഫിഡൻസ് ഗായ്സ്. ഇന്ന് പതിവ് പോലെ തന്നെ നമ്മൾ വീണ്ടും ഇന്നത്തെ ഒരു മഴക്കാല യാത്രയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം ഭൂതത്തങ്കത്തിലാണ്. നമ്മൾ മഴക്കാലം വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയുള്ള വൈബൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരിക്കും. എൻ്റെ കൂടെ ബ്രോയുണ്ട്. ബ്രോ നമ്മൾ എങ്ങോട്ടാണ് പോകണേന്നൊന്ന് പറഞ്ഞേരെ ബ്രോ. വടാട്ടുപാറ ഞാൻ ഇതുവരെ പോയിട്ടുള്ള സ്ഥലമല്ല, ഫസ്റ്റ് ടൈം പോവാണ്. ഞാൻ സത്യത്തിൽ കോട്ടക്കിട്ട് വളരെ ഇതായിട്ട് നിൽക്കുകയാണ് ഈ മഴയുടെ അടിയിൽ. അപ്പോൾ നമ്മുടെ ഭൂതത്തങ്കട്ടിൽ എല്ലാ ഷട്ടറും കാര്യങ്ങളെല്ലാം തുറന്നു വിട്ടേക്കാണ്. നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ചാടി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇടമലയാർ റൂട്ടാണ് നമ്മളിത് പോകുമ്പോൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈക്കും കൊണ്ട് നമ്മൾ പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ആ സ്പോട്ടിൽ കൂടെ തന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരടിപൊളി വൈബ് കാണാൻ പറ്റും. അതായത് അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അവിടുത്തെ അവസ്ഥ. നമുക്ക് എന്താണ് ഈ മഴക്കാല റൈഡുകൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വേറെ വൈബുണ്ട്. ഇപ്പോൾ മഴക്കാലത്ത് കൂടുതൽ ആൾക്കാർ അങ്ങനെ റൈഡ് പോകാറില്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു മലയോര പ്രദേശങ്ങളിലൊക്കെയുള്ള, മലയോരമല്ല കോതമംഗലത്താണ് ഈ സ്ഥലം വരുന്നത്, മാമലക്കണ്ടത്തിൻ്റെയൊക്കെ ആ ഒരു വൈബ് തരുന്ന വേറൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. നമ്മളിന്നും ജാങ്കോയ്ക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഫയറും എടുത്ത് കഴുകി വെച്ചേക്കാണ്. അപ്പോൾ ചെളിയിലാക്കാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പോൾ ഞാനും ബ്രോയും കൂടെ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബ്രോ സ്റ്റാർട്ട് ചെയ്യല്ലേ? അതുമാതിരി നമ്മൾ സത്യം പറഞ്ഞാൽ വടാട്ടുപാറയ്ക്ക് പോകുന്ന റൂട്ടാണിത്. ഇത് നമ്മൾ വടാട്ടുപാറയ്ക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്ക് തന്നെ KSEBക്കാരുടെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മൾ നിർത്തി കേട്ടോ. ഇവർ ഈ മഴയെന്നില്ല, അങ്ങനെ വെയിലുന്നില്ല, എല്ലാ സന്ദർഭത്തിലും ഇതുണ്ടല്ലോ ലൈൻകമ്പിയാണ് ഈ ആടിക്കൊണ്ടിരിക്കുന്നത്. ഊഞ്ഞാലിലാടുന്നു. ഓ കണ്ടോ. അപ്പോൾ ഇവരൊരു മരക്കമ്പ് ഇങ്ങനെ ഒടിഞ്ഞു വീണേക്കാണ്. വീട്ടിലിരുന്ന് എല്ലാവർക്കും ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി KSEBക്കാരുടെ അടുത്ത്. KSEB തന്നെ കറണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവരിങ്ങനെ മഴയത്ത് വന്ന് കഷ്ടപ്പെട്ട് കോട്ടൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. സോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. കാര്യം ഇതുപോലുള്ള മരച്ചില്ലകളും കാര്യങ്ങളൊക്കെ എല്ലാം ഒടിഞ്ഞു കിടന്ന് ഇവരിതുപോലെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഏതായാലും KSEBക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടർന്നേക്കാം. ഓക്കെ ഗൈസ്, ഒരുപാട് ഇതുപോലത്തെ നമ്മുടെ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വന്യമൃഗങ്ങൾ റോഡിന് കുറുകെ വരുന്ന പ്രദേശം, വാഹനങ്ങൾ വേഗത കുറച്ച് ശ്രദ്ധിച്ചു പോവുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഒരുപാട് ഇതുണ്ടോ, ഭയങ്കരമായിട്ടുള്ള ഫോറസ്റ്റ് വൈബുകളാണ് ഇതിൽ കൂടെ ഉള്ളത്. ബ്രോ കുട എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ വഴിക്കുള്ള വേറെ കുറേ കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കരമായ മഴ പോകുന്നുണ്ട്. നമുക്ക് ഫോണൊന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള മറ്റൊരു സ്ഥലമാണ്, വടാട്ടുപാറയിലേക്ക് കയറുന്നതിന് ഒരു 1.5 കിലോമീറ്റർ മുമ്പുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ വണ്ടി വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട് ഇതിൽ കൂടെ. യാത്രാ സൗകര്യമുള്ള റോഡാണ്. പക്ഷേ ആനകൾ ഏത് നിമിഷവും വരാമെന്നുള്ളൊരു കാര്യമാണിത്. ഇപ്പോൾ ഈ ബോർഡിൽ ഈ സൈഡിലായിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇതുപോലെ ഒരുപാട് ബോർഡുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സോളാർ ലൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇതേ സൈഡിൽ കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, മേലിൽ കൂടെ രാത്രി കാലങ്ങളിലായിട്ട്. അപ്പോൾ നമുക്ക് യാത്ര ഏതായാലും തുടരാൻ വെച്ചാൽ വരെ നമുക്ക് പോകുന്ന വഴിക്കുള്ള നമ്മുടെ കാഴ്ചകൾ ഒരുപാട് എടുക്കാൻ പറ്റില്ല. നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഈ ഇടയായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശത്ത് വരുന്നതിൽ. അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പോയി ആ വിശേഷങ്ങളൊക്കെ കാണാൻ വെച്ചാൽ വരെ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതേ ഭാഗത്തായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടനും ഒരു കൊച്ചും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി ഒരു MT കൊണ്ട് വെച്ചിട്ടുണ്ട്. ആരാണ്ടൊക്കെ അവിടെ ഉണ്ട് നിലവിൽ. ഗൈസ്, ബ്രോ എങ്ങോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആരും പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള അത്രയ്ക്ക് ഹെവി ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസിലൊന്നും നമ്മളങ്ങനെ ഇറങ്ങുന്നതല്ല. കാര്യം ജീവൻ കിട്ടിയാലല്ലേ ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ആളുണ്ടാവുള്ളൂ ഗൈസ്. സോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇറങ്ങാൻ പറ്റുന്നതല്ല. കാരണം നമുക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങത്തുള്ളൂ മച്ചന്മാരെ. ഈ വീഡിയോ കാണുന്ന ആരും തന്നെ പേടിക്കണമെന്നില്ല. കാര്യം ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടത്തേക്ക് കയറി പോകുമ്പോൾ അതിനകത്ത് കൂടെ ഒഴുകിപ്പോയി താഴത്തെ കൂടെ ആൾക്കാരുണ്ടോ, അവിടെ മീൻ പിടിക്കുകയാണോ വലയിടുവാണോ എന്താണ് സംഭവം? അവിടെ എന്താ ഒരു വലയിടുക കേട്ടോ. ഈ മഴവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കേട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ പേരുണ്ടാവുന്നത്. ഇത് തന്നെ അല്ലാതെ മേളിൽ കൂടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ബ്രോ ഏതായാലും ഊർന്നിറങ്ങി കേട്ടോ മച്ചന്മാരെ പോകുന്നത്. എനിക്ക് പാറ കണ്ടിട്ടേ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ ഇറങ്ങും. കാര്യം പറഞ്ഞാൽ മഴയും പനിയൊക്കെ ഭയങ്കരമായിട്ടൊരു ഇതാക്കുന്നുണ്ട്. പനി ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു മൂഡ് ഓഫ് പോലെ ഒരു ഫീലുണ്ട്. പക്ഷേ അവിടെയാ ഞാനിത് കൂടെ വരാം. അത് കൂടെയോ ഗൈസ്? നമുക്ക് ഇത് കൂടെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ള സെറ്റപ്പ് ഉണ്ട്. കാര്യം കാലൊക്കെ അത്യാവശ്യം വെച്ച് പോകാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ കുറേ പേര് കണ്ടോ, അതെ വലയിടുന്നതും പരിപാടിയൊക്കെ ഉണ്ട്. ഒരു ഫാമിലി തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കണം, കാരണം ഭയങ്കരമായ ഒഴുക്കാട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒഴുക്കാണ്. ഇതിൻ്റെ താഴത്തേക്ക് ഒരു മച്ച. കാരണം കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ സത്യം പറയുന്നത് എവിടെ നിന്ന് ഇറങ്ങി വന്നാണ്ടപ്പോൾ അവർക്ക് പേടിയായി കാണും. അതുപോലെ നമുക്ക് അവരത് കൂടെ നടക്കണമെന്ന് നമുക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ, കില്ലാടി തന്നെ, കില്ലാടി വെള്ളച്ചാട്ടം. ഞാൻ ഒരിക്കലും ഇവന് നിർബന്ധിച്ചിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടിയല്ല. സത്യം പറഞ്ഞാൽ ഇവന് തന്നെ ഞാൻ പോകണ്ട 100 വട്ടം പറഞ്ഞാൽ ഇവൻ പോവാന്ന് പറഞ്ഞ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് മച്ചന്മാർ. ഗൈസ്, നമ്മുടെ അരമണിക്കൂറത്തെ പരിപാടികൾക്ക് ശേഷം ബ്രോ കുരങ്ങും വരുന്നുള്ള അള്ളിപ്പിടിച്ച് വരുന്നുണ്ട്. ജിംബാൻസി എന്ന് തോന്നുന്നു. ബ്രോ അവിടെ പോയത് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? അടിപൊളി ബ്രോ, ഒരു രക്ഷയില്ല. ബ്രോക്ക് പേടിയാവുന്നില്ലേ? എന്താ പേടി? ഇതൊക്കെ ഒരു അഡ്വഞ്ചർ, നമ്മളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ അവിടെ നിന്ന് കാല് തെറ്റി താഴെ പോയാൽ എല്ലാവരും കോൺഫിഡൻസ് ആണ് ബ്രോ. അതിന്റെ പുറത്ത് ബ്രോ ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലേ? നമുക്ക് കോൺഫിഡൻസിനെ നമുക്ക് പോവാം. പോരുത്, അത് ശരിയാ. അപ്പോൾ ആ പറഞ്ഞ കറക്റ്റാണ് മച്ചന്മാരെ. അവിടെയൊക്കെ നിന്നുള്ള വ്യൂ ഭയങ്കരമാണെന്ന് തോന്നുന്നല്ലേ? അടിപൊളി വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ അവിടെ പോയിരുന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല മച്ചന്മാരെ. അപ്പോൾ നമ്മുടെ വടാട്ടുപാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ആരെങ്കിലുമൊക്കെ ഇതല്ല, താഴെയായിരുന്നു നമ്മൾ പോകേണ്ടത്. താഴെ നോക്കി കഴിഞ്ഞാൽ വേറൊരു വൈബായിരുന്നു. പക്ഷെ നമ്മൾ താഴത്തേക്ക് പോകേണ്ട വഴി ഫുള്ള് വെള്ളം കയറി തോടായിട്ട് കിടക്കുക. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും നമ്മൾ മേളിൽ നിന്നുള്ള അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ട് മച്ചന്മാരെ. ഇതേ സൈഡൊക്കെ ഇടുക്കി ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. കാരണം മൊത്തം മലനിരകളാണ്, മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. മരങ്ങളെല്ലാം രാവിലെ തൊട്ട് ഈ ദിവസം, അതായത് ഇന്ന് ഡേറ്റ് എത്രയാണ് ബ്രോ? 4-ാം തീയതി. ഓക്കെ, ഇന്ന് 4-ാം തീയതിയാണ്. ജൂലൈ 4 ഈ ജൂലൈ 4 എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമയുണ്ട്, അതല്ല. ജൂലൈ 4 എന്ന് പറഞ്ഞ ദിവസം രാവിലെ മുതൽ 4 അതെ 3 അതെ രാവിലെ തൊട്ട് ഫുള്ള് മഴയാണ് ഗൈസ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇവിടെ വന്ന് ഇതുപോലെയൊക്കെ ഷൂട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ ഗൈസ്. ഷൂട്ട് ചെയ്ത് നമുക്ക് കാണാനും ഇതുപോലെ നിങ്ങളെ കാണിക്കാനും പറ്റുള്ളൂ മച്ചന്മാരെ. സോ
നമ്മളേതായാലും പോകുന്നില്ല ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പലവുമ്പുഴ ചെല്ലാനും ഭയങ്കര ലേറ്റ് ആവും. പിന്നെ അത് തന്നെയല്ല അവിടെ ഭയങ്കര ഒഴുക്കായതുകൊണ്ട് അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ലെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളേതായാലും വടാട്ടുപാറയിലെ കാഴ്ചകൾ കണ്ടതോടുകൂടി മറ്റൊരു ദിവസത്തേക്ക് നമ്മുടെ പലവുമ്പുഴ എന്ന് പറയുന്ന ട്രാവലിംഗ് വ്ലോഗ് മാറ്റിക്കൊണ്ട് നമ്മളേതായാലും ഇവിടുന്ന് തിരിച്ചു പോകണം മച്ചന്മാരെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് പിന്നെയും പറയാനുള്ളൂ മച്ചന്മാരെ. കാരണം നിങ്ങളുടെ സപ്പോർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വലിയ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. ഇതുപോലെ നമ്മൾ ചെറിയ സ്ഥലങ്ങളല്ലാതെ വലിയ യൂറോപ്പ്, ലണ്ടൻ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും മച്ചന്മാരെ. സോ അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കാണുക നമ്മുടെ വീഡിയോ മൊത്തമായിട്ട്. എന്തിനൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പവറേഷായിട്ട് നമ്മൾ വെക്കണമായിരിക്കും ഗൈസ്. സോ നമുക്ക് ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യ, കാരണം പനിയായിട്ടും നമ്മളിങ്ങനത്തെ ഒരു വ്ലോഗ് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ മുടങ്ങാതെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു പോളിസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റില്ലാത്തതുകൊണ്ട് വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ട് പോവാണ് ഗൈസ്. തലയൊക്കെ ഇപ്പോൾ തന്നെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ്രോ ഒരു പവറാക്കി. ഇതെന്താ പവർ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.